ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ അന്ന് രാവിലെ തന്നെ പുട്ടാണ് കേട്ടോ ചുടുന്നത്. പുട്ട് ഉപ്പൊക്കെ ഇട്ടുകാണ്ട് വെള്ളം ഒഴിച്ചുകാണ്ട് അങ്ങനെ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതൊന്ന് എടുത്തിട്ടൊന്ന് കുഴച്ച് കൊടുത്താൽ നല്ല സോഫ്റ്റ് പുട്ടാവും കേട്ടോ. അരിപ്പൊടിയല്ല, പുട്ടും പൊടി വാങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുട്ടിടാൻ വിചാരിച്ച്. ഇന്ന് മോൾക്ക് ഷിബിക്കൊന്ന് ക്ലാസ് പോണില്ല അറിഞ്ഞോളൂ. അപ്പോൾ ഒന്ന് വിരുന്നുണ്ട്. അപ്പോൾ ഇനി താത്ത വരുന്നുണ്ട്, താത്താനെ കാണുന്നതാണ്. അങ്ങനെ അവൾ സ്കൂൾക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മരോള് ഷിഫും വരുന്നുണ്ട്, ഷീനുവും വരുന്നുണ്ട്. അപ്പോൾ ഇനി വീടൊക്കെ എടുക്കാൻ ഉഷാറ് കിട്ടിയിട്ടാണ്. അതേരെ വീടെടുക്കാനൊന്നും ഉഷാറുണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. ഫുഡൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുണ്ടാക്കാമെന്നല്ലാതെ ഇവരൊക്കെ ഉണ്ടാകുമ്പോഴേ പിന്നെ എങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. നല്ല മോണൊക്കെ ഞാനും മോളും ചെറിയ മോളും ഒറ്റക്കാണ്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ തട്ടിക്കൂട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുക. അധികമൊന്നും പേരുകളൊന്നും ഉണ്ടാക്കലില്ല. എന്തെങ്കിലുമൊക്കെ അവൾക്ക് തന്നെ അധികം ഫുഡൊന്നും കഴിക്കില്ല. ഞാനും തന്നെ ഒരു നേരത്തെ ഫുഡ് കഴിക്കലുള്ളൂ. ചോറൊക്കെ രാത്രി ചോറും കഴിക്കലില്ല. അവരെന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളങ്ങനെ പോകട്ടാ. ഇന്നിപ്പോൾ മരുവൾ വരുന്നുണ്ട് പറഞ്ഞ്. അവർ മോള് വരുന്നുണ്ട്. മരുവളൊന്ന് വരുന്നു, ഉച്ചക്ക് വിരുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിരുന്നിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ 10 ദിവസം നിന്ന് വരികയാണ്. എക്സാം കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ എക്സാമായിട്ട് വീട്ടിൽ പോയതായിരുന്നു പഠിക്കാണ്ടായപ്പോൾ. അങ്ങനെ അത് കഴിഞ്ഞ് അവളൊന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഉഷാറ് കിട്ടിയപ്പോൾ അങ്ങനെ എത്താണ്ടല്ലോ. വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായിക്കണം. സോഴ്സൊക്കെ ഇങ്ങനെ ഇടുകയെന്നല്ലാതെ. അപ്പോൾ ഒന്ന് പുട്ടാണ് കേട്ടോ, പുട്ടും കടലയാണ്. പുട്ടങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എടുക്കാൻ വിചാരിച്ച്. പിന്നെ ഇതാ കടല വെള്ളത്തിലിട്ട് വെച്ച്, തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചേന്ന് കടല ഇട്ട്. അതിലേക്ക് വെല്ലുള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് മസാല, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വേറെ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ അങ്ങനെ പുട്ടും കടലയാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ കുക്കറിൽ വിസിലടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കടല അങ്ങനെ വാങ്ങലില്ല. ഇത് വെള്ളക്കടലയാണ്. ഞാൻ മറ്റേ ചുവപ്പ് കടലയാണ് വാങ്ങൽ. ഇതിപ്പോൾ നട വാങ്ങിക്കുമ്പോൾ പിന്നെ വലിയ രസമൊന്നുമില്ല. മറ്റേൻ്റെ അത്ര രസമൊന്നും ഇതില്ല കേട്ടോ. അങ്ങനെ അത് വാങ്ങിയതല്ല വിചാരിച്ചിട്ട് അങ്ങനെ പുട്ടും കടലിനാക്കാൻ വിചാരിച്ച് അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടല വേറെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ ഇതിലാണ് ചറ്റപ്പുട്ട ചുട്ടുന്നത് കേട്ടോ. പിന്നെ കുക്കർ വേണമല്ലോ അതിന്. വിസിൽ ഊരി വെച്ചിക്കാണ്ട് അങ്ങനെ അതിൻ്റെ മേലെ വെക്കലല്ലേ. അങ്ങനെ അത് 5 മിനിറ്റ് കഴിഞ്ഞ് പുട്ടൊക്കെ നല്ല ഉതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതവിടെ മൂടി വെച്ചിക്കാണ്ട് പിന്നെ അത് ചായ ഉണ്ടാക്കാൻ വിചാരിച്ച്. ചായ പാൽപ്പൊടി ചായ കേട്ടോ, പൊടിയൊക്കെ ഇട്ടുണ്ടാക്കുകയാണ്. കുറച്ച് മതി. ഞാനും എൻ്റെ ചെറിയ മോൾ ഒറ്റക്കല്ലേ ഉള്ളൂ. അങ്ങനെ പിന്നെ നേരം വൈകിട്ടാണ് നീറ്റിക്കണം. ഓൾ ക്ലാസ് പോണില്ല പറഞ്ഞാൽ പിന്നെ രാവിലെ തന്നെ ഒന്നും നീറ്റുണ്ടായിരുന്നില്ല. പിന്നെ അതാ പൊടിയൊക്കെ ഇട്ട് കുറച്ച് കട്ടില ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാൻ അധികം രാവിലെ കട്ടിച്ചായ ഉണ്ടാക്കലില്ല. എല്ലാം ചെറിയൊരു പൊടിയിൽ അങ്ങനെ വെള്ളച്ചായിട്ടാണ് എനിക്കിഷ്ടം കേട്ടോ. പിന്നെ ഷിബിക്ക് ചില നേരത്ത് നല്ല കട്ടില ചായ ഉണ്ടാക്കി അറിയാം. അല്ലെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ ഏറും ചായ ഉണ്ടാക്കൽ കട്ടില ചായയൊക്കെ. പിന്നെ പൊടിയൊക്കെ കുറച്ച് പാൽപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ നോർമൽ ചായ രാവിലെ ഉണ്ടാക്കലുള്ളൂ കേട്ടോ. പിന്നെ അപ്പം അങ്ങനെ കുടിക്കലില്ല. പിന്നെ മോള് വരുന്നുണ്ട്. പിന്നെ മോളും നാത്തൂനൊക്കെ വരുന്നുണ്ട്. ഓൾക്ക് മാങ്ങാ ജ്യൂസ് അടിച്ചേക്കണം കേട്ടോ. രാവിലെ തന്നെ അടിച്ചിക്കാണ്ട്. എന്നാലും ഒരു 9 മണി കഴിക്കണം. 8:30 ഉണ്ടപ്പോൾ. നേരം വൈകി നീറ്റതാണ്. നിസ്കാരം കഴിഞ്ഞാൽ അങ്ങനെയാണ് കിട്ടുന്നതായിരുന്നു. ക്ലാസ്സൊന്നും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ ഒന്ന് വിരുന്ന് വേണപ്പോൾ ഫുഡ് ഉണ്ടാക്കാനില്ല. ഒരു ഉച്ചക്കത്തെ ചോറൊന്നും ഉണ്ടാക്കണ്ടല്ലോ. പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്ന് അങ്ങനെ പിന്നെ ഒരു 8 മണിക്ക് അടുക്കളയിൽ ഇറങ്ങിക്കണം കേട്ടോ. പിന്നെ പോയാൽ മാങ്ങ ജ്യൂസ് അടിച്ചിക്കാൻ സല്ലാജിൽ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അവർ വരുമ്പോഴത്തേനൊക്കെ തണുത്തോട്ട വിചാരിച്ചിക്കൊണ്ട് അങ്ങനെ ജ്യൂസ് അടിച്ച് വെച്ചതായിരുന്നു. പിന്നെ അതാ കടലൊക്കെ വെന്ത് വറവിട്ട് പുട്ടും വെന്ത് അങ്ങനെ പിന്നെ ചോറ് ഞാൻ റൈസ് കുക്കർ ഇടാച്ചിട്ട് ഒരു നായി അരി ചോറ് വെക്കാൻ വേണ്ടി റൈസ് കുക്കറിൽ വെള്ളവും ഈസി കുക്കുമ്പോൾ വെള്ളവും അരിയൊക്കെ പാടാണ്ട് വെച്ചതായിരുന്നു. പിന്നെ ഞാൻ ഒരു തള തിളക്കലുള്ളൂ കേട്ടോ. ഒരു തള തിളച്ചേക്കാനെ റൈസ് കുക്കർ കണ്ട് ഇറക്കി വെക്കാനാണ്. എന്നാൽ പിന്നെ പോകുമ്പോഴത്തേനെ ഊറ്റി വെക്കുകയും ചെയ്യാമല്ലോ. പിന്നെ വന്നതിൻ്റെ ശേഷം പിന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ ഉണ്ടാക്കുകയും ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ പുട്ടൊക്കെ ചുട്ട് അങ്ങനെ ഞാൻ ചായ അടിക്കുക കേട്ടോ. ഷിബി നീറ്റിക്കാണ്ട് പിന്നെ ഇവിടെ വരാമെന്ന് പറഞ്ഞവൾ പിന്നെ വന്നത്. ഞാൻ പിന്നെ അല്പം കുടിച്ചിക്കാണ്ട് എനിക്ക് പിന്നെ കുളിക്കാനൊക്കെ പോകാമല്ലോ വിചാരിച്ചിക്കാണ്ട്. അവർ വരുമ്പോഴത്തേനൊക്കെ പണി കഴിക്കാമല്ലോ വിചാരിച്ച് അങ്ങനെ ഞാൻ ചായ അടിച്ചിക്കാണ്ട് അങ്ങനെ ഫുള്ള് പാത്രങ്ങൾ കുറേ മോറാനുണ്ടായിരുന്നു. അത് ഞാൻ മോറാൻ നിൽക്കിയിട്ട് അങ്ങനെ ഫുള്ള് പാത്രങ്ങൾ മോറാണ്.
അങ്ങനെ അതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ഗ്യാസ് അടുപ്പൊക്കെ ഒക്കെ തുടച്ച് മോറി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ദോശ അല്ലാത്തതുകൊണ്ട് അധികം കച്ചറൊന്നുമില്ല. ദോശയൊക്കെ ചുടുമ്പോഴാണ് ഗ്യാസ് അടുപ്പ് പറ്റ കേടുന്ന് ആകെ മാവൊക്കെ ഉറ്റി അങ്ങനെ ആകെ എന്തോ പോലെ ഉണ്ടെന്ന്. പുട്ടായതുകൊണ്ട് വല്ലാതെ പിന്നെ നന്നാക്കാനൊന്നും അധികം ഇല്ല കേട്ടോ. അപ്പോൾ അതാ 2 അടുപ്പും നന്നാക്കി വെച്ചേക്കാണ്. ഗ്യാസ് ഒന്ന് കഴിഞ്ഞിട്ട് അത് ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നും അധികം പണിയൊന്നുമില്ല. ചായയും കടി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ചോറ് പിന്നെ ഈസി കുക്കും വില വെച്ചിരിക്കണത് അതങ്ങ് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഗ്യാസ് 2 അടുപ്പും തുടച്ച് വെച്ച് പിന്നെ അകടിച്ചോരി തുടച്ച് അങ്ങനത്തെ എല്ലാ പണികളും കഴിഞ്ഞ് പിന്നെ കുളിക്കാൻ പോവാൻ വിചാരിച്ചിട്ട് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുളിച്ച് ഞാൻ ആദ്യം തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതാ മോളും മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഓരൊക്കെ വന്ന് ഞാൻ പിന്നെ വീടൊന്നും എല്ലാം എടുത്തിട്ട് കേട്ടോ. പിന്നെ അവർ വന്ന് അവർക്ക് ഫുഡ് കൊടുത്ത് മരോളും വന്ന് അല്ല ഫുഡല്ല ജ്യൂസ് കൊടുത്ത് വന്നേക്കാനെ. മാങ്ങാ ജ്യൂസ് അടിച്ചിരുന്നല്ലോ, മാങ്ങാ ജ്യൂസ് കൊടുത്ത്. മരോൾ പിന്നെ ഒന്നും കുടിച്ചിട്ടില്ല, അവളോട് ചായ അടിച്ചിക്കാണ്ട് പോകുന്നതാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെ അതാ ഞങ്ങൾ അപ്പോൾ നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരം ബാങ്ക് കൊടുക്കാൻ നേരമായിരുന്നു, 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാത്തൂൻ്റെ വീട്ടിലേക്കാണ് പോകണത്. നാത്തൂൻ്റെ വീട് കരിങ്കപ്പാറയാണ് കേട്ടോ. അങ്ങനെ അതാ ഓളെ അമ്മയും നാത്തൂനൊക്കെ വന്നിട്ടുണ്ട്, മോളും വന്ന്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ വീട്ടിലെത്തി. ഇതാണ്ട നാത്തൂൻ്റെ വീട്, കാൻ്റെ പെങ്ങളെ വീട്. കാക്ക ഒരു പെങ്ങളേനെ ഉള്ളൂ. അവരുടെ വീടാണത്. കരിങ്കപ്പാറ നാണുംകുട്ടിയുടെയെന്ന് അറിയാവുന്നവരൊക്കെ ഉണ്ടാവാക്കാറല്ലേ. അങ്ങനെ അത് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണ് കേട്ടോ ലാസ്റ്റ് എത്തിക്കണത്. അവർ പിന്നെ കണ്ടേക്കാൻ ഒളിഞ്ഞ് മാറി നിൽക്കുകയാണ്. ഞാൻ വീഡിയോ ആയിട്ട് എടുക്കുക വെച്ചിട്ട് പേടിച്ചിട്ട്. അവർക്ക് വീഡിയോയിലൊന്നും വരാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്തെന്നല്ലാതെ. നാത്തൂൻ്റെ മോനാണ് കേട്ടോ. അവന് ഗൾഫിൽ നിന്ന് വന്നതാണ്. ഫാർമസിയാണ് രണ്ടാളും. ഇതാ ഭാര്യ ഇതാ എൻ്റെ നാട്ടിൽ തന്നെയുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവളെ. അപ്പോൾ അതാ ഞങ്ങളിതാ കടന്നതാ വെൽക്കം മുന്തിരി ജ്യൂസാണ്. അങ്ങനെ ഇതാ പിന്നെ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ അതങ്ങനെ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ചത് ഉണ്ടായിരുന്നു, മീൻ പൊരിച്ചത്, അങ്ങനെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോറൊക്കെ തിന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്നു. കുറേ നേരം ഇരുന്ന് കേട്ടോ. വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയി ഞങ്ങൾ പോകുന്നത്. പിന്നെ മോക്ക് കണ്ട തിരൂക്ക് എത്തും വേണ്ടേ. പിന്നെ വൈകുന്നേരം ആയി എനിക്ക് സ്കൂൾ ട്രിപ്പും ബസ്സിൽ തിരക്കൊക്കെയാണ് കാരണം. അങ്ങനെ പിന്നെ ഞങ്ങളൊരു 3:30 ആയപ്പോൾ നടന്ന് പോന്നിട്ടുണ്ടായിരുന്നു. മോളാണത്. മോള് ഒരുപാട് വൈലത്തൂർ ഇറങ്ങിയതാണ്. വൈലത്തൂരിൽ പിന്നെ ഓള് വേറെ ബസ് കയറി പോവുകയും ചെയ്യും. അങ്ങനെ അതാ വണ്ടി ഇറങ്ങി ബസ് കാത്തിക്കുകയാണ്. ഏതായാലും പോവുകയാണോളൂ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരുള്ളൂ. അപ്പോൾ അത് മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൻ പോയിട്ട് ഇപ്പോൾ 1 മാസം 1.5 മാസം 2 മാസം ആവാനായി. ഓൻ്റെ ഫോണും കേട്ട് ഞങ്ങൾ അങ്ങനെ പോകും. ഇതിന് കുറേ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. കുറേ സാധനമൊക്കെ വാങ്ങുകയാണ്. തൈരിൻ്റെ പെപ്സി എടുത്താൽ ഇപ്പോൾ കുടിക്കാൻ. ആ ചെറിയ പെപ്സി എടുത്താക്കാം ഇപ്പോൾ കുടിക്കാനടി. അതിനുള്ളിക്ക് വെക്കലല്ലേ. പെരിങ്ങാക്കനെ വരി ഒരു കണ്ടാക്കും അറിയില്ല. നാത്തൂന് ഞങ്ങൾക്ക് മോളെ പഠിച്ചത് എങ്ങനെയാണ്. അങ്ങനെ അതാ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ സമയം കുറേ ഇരിക്കുന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ 5 മണി 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതാ അവിടെ വന്ന് അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അസറസ്കാരം കഴിഞ്ഞാണ്ട് പിന്നെ അങ്ങനെ കുറച്ചേരൊക്കെ കിടന്നിട്ട് പിന്നെ ഞങ്ങൾ അടുക്കളയ്ക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയും പിന്നെ മടക്കും അച്ചപ്പവും ചായയും കുടിക്കാൻ വിചാരിച്ചു. പിന്നെ എൻ്റെ മോളൊരു ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റാണ് ഞങ്ങളങ്ങനെ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ അടുക്കളയ്ക്ക് പോയിട്ട് കുറച്ചൊക്കെ നേരം കിടന്നതിന് ശേഷം
പിന്നെ ഇതാ ചായ ഉണ്ടാക്കുക പാൽച്ചായ മതിയായിരുന്നു ഉമ്മച്ചിരി പാൽച്ചായ മതിയാണ് എൻ്റെ പാൽച്ചായ ഭയങ്കര ഇഷ്ടമാണ് ഷിപ്പൂന് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഓക്കുന്ന കട്ടിലെ ചായ വൈകുന്നേരം കട്ടിക്കോട്ടെ വിചാരിച്ചു പൊടിയൊക്കെ തോന്നിട്ടുകൊണ്ട് അങ്ങനെ പാലൊക്കെ ഒഴിച്ചുകൊണ്ട് അങ്ങനെ ചായ കുടിക്കണം ഞങ്ങൾ ഇതാ ബിസ്ക്കറ്റ് രസമുണ്ടല്ലോ ക്രീമിയാ ഇത് കുത്തി തിന്നോ കാക്ക പണ്ട് കൊണ്ടിരുന്നത് വലുത് ഇതൊക്കെ ക്രീമി ഇതിന് പേരെന്താണ് എൻ്റെ ഫോസർ എന്താണ് ഫോസർ സംസാരിച്ചൊക്കെ എന്തെങ്കിലും ഇത് നല്ലല്ലേ ഒക്കെ ഷിപ്പുവാ ഇവിടെ ഫോണിലാ എന്തൊക്കെ വോയിസ് ഓവർ കൊടുക്കണ്ടേ എൻ്റെ പാട്ടൊന്നും പറ്റൂല ഇതിലുണ്ടാ ഈ സാധനമാണ് എന്താ ഇത് എല്ലാവരും എന്തെന്നാണ് ചത്തമ്മ ചത്തമ്മ എന്നാണ് നമ്മൾ മറ്റേ ചെരങ്ങാക്കൂരിൻ്റെ കയ്യിലുള്ള ഓൺലൈൻ ഇന്നാളെ വാങ്ങിയിരുന്നല്ലോ ഇത്ര മുളക് മതി ഇനി മിക്സി കൈക്കൊണ്ട് വെളിച്ചെണ്ണ വോയിസ് കൊടുക്കണ്ടല്ലോ അജു അറിയില്ലേ ഒഴിച്ചാളാ ചൂടേക്കുന്നു ഒഴിച്ചു ഷിപ്പുവിൻ്റെ സ്പെഷ്യൽ ചമ്മന്തി ചമ്മന്തി എന്നറിയില്ലേ ജി ചമ്മന്തി അത് രസമല്ലേ ചമ്മന്തി അറിയുമ്പോൾ അല്ലേ സമ്മന്തി അറിയുമ്പോൾ രസം ഇഞ്ചിയും ചെറു കുഞ്ഞി കുച്ചിയും അങ്ങനെയൊക്കെ എന്നിട്ട് മുളക് ഒട്ടും മടിക്കൊണ്ടിട്ടാ പൊട്ടി തിരിച്ചു പോകും കല്ലിപ്പിട്ടിട്ടാണ് സമ്മതിച്ചില്ല കല്ലിപ്പ് ഒരു മുഴുള്ള ഒന്ന് അത് ശിക്കുവാ ജാതിക്കല്ലേ മുളകും പൊടി ഉപ്പും ഒക്കെ പോയി ഇറങ്ങാം അത് ഒരു രക്ഷയായി ദുബായ് അടുത്ത ആടെ ഉറ്റിണ്ടാവും കുറച്ച് എന്താ പാടിയാ ഉപ്പിടൂലേ ഇപ്പടല ഉപ്പ് അരക്കുമ്പടല കാശ്മീരി ഓപ്ഷണൽ രസം കാണാൻ ഓഫാക്കി അത് വരൊക്കെ വേണ്ടി കയറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ റൂം കൊണ്ടുവന്നിട്ടാ
ഞാനൊക്കെ കൈ കൊണ്ടാൽ വാരിക്കും നിങ്ങളെപ്പോഴും വൃത്തിക്ക്. ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാം. കൈ അട്ടണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കൈപ്പുണ്യം നടിക്കണം. അത് കഴിക്കുന്നുണ്ടോ? എന്നാലും ആ കത്തിപ്പോടെ പോയി. എന്നോ പൊയ്ക്കണ കിട്ടുക. ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സാധനങ്ങൾ കുറേ ഉണ്ടാകുമ്പോൾ നോക്കില്ല. ഉപ്പ് അട്ട അടിവാ ഇതിലല്ല എന്താ വരണിച്ച് പുതിയ ഉപ്പ് കെട്ടടി വരണി കിട്ടാ കല്ലുപ്പാണ്. ഫൈബറുണ്ട്. സ്പെഷ്യൽ ചോറ് കഴിച്ചാലോ. ക്രീമി ഇനി ചോട്ടിക്കാൻ തിന്നാം. ക്രീമി ക്രീമി ആ മൂടിമ നിർത്താളാം. മൂടിമല കുറേ അങ്ങനെ ഇതാ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പയറ് ബീൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമരപ്പയർ അങ്ങനെ ആ പേര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എന്താ കറി പിന്നെ തലേന്ന് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അത് ചൂടാക്കി കൊടുത്തിരുന്നു. അവർ പിന്നെ ചോറ് കഴിച്ച് കാണും. പിന്നെ അവർ കിടക്കാൻ നിന്ന്. ഞാനിതിന് വീഡിയോ ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ പിടിച്ച് കാണും. ഞാനും തന്നെ റൂമിൽ പോയി. ഞാനും ചോറ് കഴിക്കലില്ല. എന്താ ചക്കക്കുരും പരിപ്പും കൂടി കരച്ചുണ്ടായിരുന്നു. തലേന്നൊക്കെ തന്നിട്ടാണ് ഇത്. പിന്നെ ഓൾ ചമ്മന്തി. അങ്ങനെ ഇന്നത്തെ ഇവിടെ എത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.